അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പൊന്നുമക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദൽവ് പാഠമാണ്. ദൽവ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ്. ബക്കറ്റിനൊക്കെ അറബിയിൽ നമ്മൾ പറയും ദൽവ്. ഈ പാഠത്തിലൂടെ ദാൽ എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാൽ എന്ന അക്ഷരത്തിൻ്റെ ഫത്ഹ, ലമ്മ, കസ്റ, സുക്കൂൻ കൊടുത്ത രൂപങ്ങൾ, അതുകൊണ്ടുണ്ടാക്കിയ വാക്കുകൾ നമ്മൾ വായിക്കുന്നു, എഴുതാനും ഇതിലൂടെ നമ്മൾ പഠിക്കുന്നു. ആദ്യം ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രം മതി. ദൽവ്, 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 ദൽവ്. ദഅബുൻ, ദഅബുൻ, ദഅബുൻ. അദുബ, 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 അദുബ. ഉദിബ, 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 ഉദിബ. ജദ്ബുൻ, 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 ജദ്ബുൻ. ദു, ദി, ജുദ്, ദ. ഈ ദാൽ എന്ന അക്ഷരം ഉച്ചരിക്കുന്ന രൂപം നമുക്ക് പരിചയപ്പെട്ട് ശേഷം നിങ്ങൾക്ക് എൻ്റെ കൂടെ വായിക്കാം. ദാൽ, ചിത്രത്തിൽ കാണുന്ന ഈ നീല മാർക്ക് ചെയ്ത ഭാഗം നാവിൻ്റെ തലഭാഗം. തൊട്ടുമുകളിൽ മുൻപല്ലിൻ്റെ മുരട്, മുൻപല്ലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് ദ എന്ന അക്ഷരം ഉച്ചരിക്കാൻ നമുക്ക് കഴിയുന്നത്. ദ ഉച്ചരിക്കേണ്ട രൂപം അങ്ങനെയാണ്. നാവിൻ തലമേൽ മുൻപല്ലുകളുടെ മുരടിൽ വച്ചാൽ ദാറും ദൂതും ദീന് പറഞ്ഞു ഞങ്ങൾ പഠിച്ചു ദാൽ അല്ലേ? ദ, ദു, ദി, ദുൻ, ദൻ, ദിൻ. ദ, ദു, ദി. ഇങ്ങനെ ദാലിനെ പറഞ്ഞു പഠിക്കണം. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും തമ്മിൽ ചേരുമ്പോഴാണ് ദാൽ എന്ന അക്ഷരം ഉച്ചരിക്കുന്നത്, അല്ലെങ്കിൽ ദാൽ ഉച്ചരിക്കേണ്ടത് അങ്ങനെയാണ്. റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ദാലിന് വ്യത്യസ്ത ചിഹ്നങ്ങൾ കൊടുത്ത് ഉച്ചരിച്ച് ദാൽ ഉച്ചരിക്കാൻ ശ്രമിക്കുക, പഠിക്കുക. നമുക്ക് പാഠത്തിലോട്ട് തിരിച്ചു പോകാം. അല്ലേ? നമ്മളെ വിഷയം അതാണ്. എൻ്റെ കൂടെ നിങ്ങൾ വായിക്കൂ. നമ്മൾ ഉച്ചാരണം പഠിച്ചു, ഇനി അതുപോലെ നിങ്ങൾ ഉച്ചരിച്ചിട്ടായിരിക്കണം ഇത് വായിക്കേണ്ടത്. ദ, ൽ, ദൽവ്, 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 ദൽവ്. ദഅബുൻ, 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 ദഅബുൻ. ദഅബുൻ, 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 ദഅബുൻ. അദുബ, 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 അദുബ. ഉദിബ, 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 ഉദിബ. ജദ്ബുൻ, 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 ജദ്ബുൻ. ദു, ദി, ജുദ്, ദാൽ, ദാൽ. ചുവന്ന കളറിൽ കൊടുത്തത് മാത്രം. ദു, ദി, ദ്. ദാല് എഴുതുന്ന രൂപമാണ് ഇവിടെ കാണിച്ചത്. ശ്രദ്ധിച്ചു നോക്കണം ദാലിൻ്റെ എഴുത്ത് രൂപം. മേലെ നിന്ന് താഴേക്ക് വരച്ചു അസ്വദ്, മേലെ നിന്ന് താഴേക്ക് വരച്ചു അസ്വദ്.
മഴവില്ല് നടുമുറിച്ച പോൽ വരച്ചു അസ്വദ്. മഴവില്ല് നടുമുറിച്ച പോൽ വരച്ചു അസ്വദ്. പിന്നെ വലത്തോട്ട് നീണ്ട വര വരച്ചു അസ്വദ്. അക്ഷരത്തിന് ദാല് എന്ന പേരു വച്ചു അസ്വദ്. അക്ഷരത്തിനന്ന് ദാൽ പേരു വച്ചു അസ്വദ്. ഒന്നുകൂടി പാട്ടുപാടി എഴുതുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ദാല് പഠിക്കും. മേലെ നിന്ന് താഴേക്ക് വര വരച്ചു അസ്വദ്. മഴവില്ല് നടുമുറിച്ച പോൽ വരച്ചു അസ്വദ്. പിന്നെ വലത്തോട്ട് നേരെ വര വരച്ചു അസ്വദ്. അക്ഷരത്തിനന്ന് ദാല് പേരു വെച്ചു അസ്വദ്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര, എന്നിട്ടോ മഴവില്ല് നടുമുറിച്ച പോലെ വരക്കുക. എന്നിട്ട് വലത്തോട്ടേക്ക് നേരെ ഒരു വര. ഇതാണ് ദാൽ. ഇങ്ങനെ കണ്ടോ? ഇതിങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ച് നോക്കിയാൽ ഒരു വി ഷേപ്പ് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഈ ഏരോ പോകുന്ന രൂപത്തിലാണ് ദാല് എഴുതേണ്ടത്. അങ്ങനെ തന്നെ ദാല് എഴുതി പഠിക്കണം. ഫത്തഹ, ലൊമ്മ, കിസ്റ, സുക്കൂനൊക്കെ കൊടുത്ത രൂപമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ദാലിൻ്റെ ഉച്ചാരണം വളരെ കൃത്യമായി ശ്രദ്ധിച്ച് പഠിക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ബാക്കോട്ട് റിപ്പീറ്റ് അടിച്ച് കേട്ട് ക്ലിയർ ചെയ്യണം. ഇനി വർക്കിലേക്ക് കടക്കാം. ആദ്യത്തെ വർക്ക് നളഉ ദാഇറതൻ അലാ ദ. ദാൽ എന്ന അക്ഷരത്തിനു മുകളിൽ വട്ടം വരക്കുക. നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ വട്ടം ഉണ്ടാവില്ല. ഇത് ഉസ്താദ് വരച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഉസ്താദ് വരച്ചതുപോലെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ആദ്യം നമുക്ക് ഓരോ വാക്കും വായിക്കാം. സ്വദ്റുൻ സ്വദ്റുൻ. അദ്റക അദ്റക. ദിർഹമുൻ ദിർഹമുൻ. റദദ്നാഹു റദദ്നാഹു. നഅ്ബുദു നഅ്ബുദു. ദജിലുൻ ദജിലുൻ. തജിദു തജിദു. ഖുദൂസുൻ ഖുദൂസുൻ. ഇനി ഇതിൽ ഓരോന്നിലും ദാലിനെ കണ്ടുപിടിക്കാം. 1, 2 ഇതാ ഇവിടെ ദാൽ, ഇവിടെ രണ്ടാമത്തേതിൽ ദാൽ, ഇവിടെ ഒന്നാമത്തേൽ ദാൽ, ഇവിടെ 2 ദാൽ, ഇവിടെ അവസാനം ദാൽ, ഇവിടെ തുടക്കത്തിൽ ദാൽ, ഇവിടെ അവസാനം ദാൽ, ഇവിടെ അവസാനം ദാൽ. ദാലിന് ശേഷം ഒരക്ഷരവും ചേർത്തി എഴുതൂല. ദാലിന് മുമ്പ് ചേർത്തി എഴുതും. ഇവിടെ കണ്ടോ, ദാലിന് മുമ്പ് ഒരു അക്ഷരം ചേർന്നാണ്, പക്ഷേ ദാലിന് ശേഷം കൊടുക്കൂല. അതാണ് നമ്മൾ പഠിച്ച പാട്ട്. ദാലിന് ശേഷം വന്നൊരു ഹർഫിനെ ദാലിൽ ചേർത്തെഴുതാറില്ല. കണ്ടോ? അപ്പോൾ ദാലിന് ശേഷം ഒരക്ഷരം ഉണ്ടാവില്ല, മുന്നേ ഉണ്ടാകും. അതാണ് ഈ ഉദാഹരണത്തിലൂടെ. ഈ ഉദാഹരണം ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അവസാനം വരുന്ന ദാല്, തുടക്കത്തിൽ ഒറ്റക്ക് വരുന്ന രൂപം, ചേർന്ന് വരുന്ന രൂപം ഒക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം കേട്ടോ. നർസുമു നമുക്ക് പൂരിപ്പിക്കാം. ദാല് ഒറ്റക്ക് എഴുതുന്ന ദാലാണിത്. കണ്ടോ? ദാല് തുടക്കത്തിലും പിന്നെ നടുവിലും അവസാനമൊക്കെ ഒരേപോലെ തന്നെയാണ്. കാരണം ദാലിന് ശേഷം വേറൊന്നും ചേർന്ന് വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവസാനം നടുവൊക്കെ ഒരേപോലെ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതാ ഒരല്പം വരിയുന്നു, അല്പം പൊങ്ങിയിരിക്കുന്നു മാത്രം. ഇവിടെ വലത്തുനിന്ന് പിന്നെ മേലെന്ന് താഴേക്ക് വരാം, പിന്നെ നേരെ വരാം. ഇത് പിന്നെ മുമ്പത്തെ അക്ഷരത്തിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗമാണ് ഇവിടെ. ഇപ്പോൾ തജീദ് എന്നുള്ളത് ഈ ജീമിൻ്റെ ഈ കുറഞ്ഞ ഭാഗം എന്നപോലെ ഏതക്ഷരമാണ് അതിൻ്റെ അല്പഭാഗം ഇവിടെ അങ്ങനെ ഉണ്ടാവും. ഇത് ചേർത്ത് എഴുതുമ്പോഴുള്ള രൂപമാണ് ഈ കാണിച്ചത്. അങ്ങനെ തന്നെ എഴുതണം. ഇതുമ്പോൾ കൂടെ പോയിട്ട് മുൾക്ക് പോയിട്ട് ഇങ്ങനെ വരിക. ദാൽ എഴുതുമ്പോഴോ മേലെന്ന് അടിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണം. ഓക്കെ. ഇനി നുറക്കിബു കലിമത്തൻ നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം. നമ്മൾ മുമ്പ് വാക്കുകൾ ഉണ്ടാക്കി മുമ്പത്തെ പാഠത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിരിക്കും അല്ലേ? നമ്മൾ ഏത് പാഠത്തിലാണ് അങ്ങനെ വാക്കുണ്ടാക്കി പരിചയപ്പെട്ടത്? ആലോചിച്ച് നോക്കിയാണ്, നല്ലോണം ആലോചിച്ച് നോക്കി. തീന പാഠത്തിലൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെയും പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് പാഠത്തിലൂടെ വേറെ പഠിച്ചത്?
ഏത് പാഠമാണ്? നല്ലോണം ആലോചിച്ച് നോക്കി. ഏത് പാഠമാണ്? താബൂത്ത് പാഠം, തൊട്ടുമുമ്പുള്ള താബൂത്ത് പാഠം. അതിലൂടെ ഇങ്ങനെ ഓരോ പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത് കൊണ്ട് ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എഴുതിയത് ഓരോന്നും എങ്ങനെയാണ് എഴുതിയത് എന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. എന്നിട്ട് ഉസ്താദ് എഴുതിയതുപോലെ നിങ്ങളും നോക്കി കണ്ടെത്തി എഴുതുക. ഹുഴുത്തുൻ എന്നാണ് ഉസ്താദ് ഒന്നാമത്തെ വാക്ക് എഴുതിയിട്ടുള്ളത്. ഹുഴുത്തുൻ എങ്ങനെ ഉസ്താദ് ആദ്യം എഴുതിയത്? ഹു ഇവിടെ ഉണ്ട്, ഇതിങ്ങോട്ടിട്ടു. തുൻ എന്ന് ഇത് അവസാനം, ഇതങ്ങോട്ട് ചേർത്തിയപ്പോൾ ഹുഴുത്തുൻ എന്നൊരു വാക്കായി. രണ്ടാമത്തേത് ദ ഇബുൻ എന്ന ഉസ്താദ് എഴുതിയത്. അതെങ്ങനെ? ദ ഇവിടെ, എന്നത് ഇവിടെ, ബുൻ, ഇത് മൂന്ന് കൂട്ടിയപ്പോൾ ദ ഇബുൻ. അടുത്തത് ജ എങ്ങനെ ഉസ്താദ് എഴുതിയത്? ദ ജ ഇവിടെ, ജ എന്നുള്ളത് ഇവിടെ, അപ്പോൾ ജ. ഇനി സജ്ജുൻ, സ ഇവിടെ, ജുൻ എന്നതവിടെ, ദാ ഇവിടെ, സജ്ജുൻ. ഇനി ഖാബ, ഇവിടെ ഖാബ, ഖോ ഇവിടെ ആണോ? അല്ല, ഇത് ജ എന്നാണ്. അടിയിലൊരു പുള്ളി വന്നാൽ ജ, മുകളിൽ വന്നാൽ ഖോ. അപ്പം ഖോ ബ, ഖോബ, ഇങ്ങനെയാണ് ഉസ്താദ് എഴുതിയത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നോക്കി എഴുതുക. ഇതെല്ലാത്തെയും വാക്കുകൾ കണ്ടെത്താൻ പറ്റും. അതൊക്കെ നിങ്ങളെ കഴിവിനനുസരിച്ച് നിങ്ങൾ ശ്രമിക്കുക. ഇനി നുലവ്വിൻ, നമുക്ക് നിറം പകരാം, നിറം കൊടുക്കാം. ദാല് തുടക്കത്തിൽ ഒറ്റയ്ക്കുള്ള ദാലും ചേർന്ന് വരുന്ന ദാലുമുണ്ട്. രണ്ടിനും നിറം കൊടുക്കണം. ദാൽ ഒറ്റയ്ക്ക് വരുമ്പോൾ മേലെ നടിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ പോരാം. ഇതാ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ പോരാം. അല്ലാതെ ചിലവിൽ ഇവിടുന്ന് ഇങ്ങനെ കളർ കൊടുത്ത് പോകുന്ന സിസ്റ്റം പറ്റൂല. ദാൽ എഴുതുന്ന രൂപം പോലെ തന്നെയാണ് കളർ കൊടുക്കേണ്ടത്. ഇത് എല്ലാ അക്ഷരവും അങ്ങനെ തന്നെയാണ്. ആ അക്ഷരം എങ്ങനെയാണോ എഴുതുന്നത് ആ രൂപത്തിൽ തന്നെ കളർ കൊടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് ആ അക്ഷരത്തിൻ്റെ എഴുത്തു രൂപം നമ്മൾ പഠിയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നക്തുബു, നമുക്ക് എഴുതാം. ഹ ദ് ബുൻ, 4 വാക്കാണുള്ളത്. അടിയിൽ നിന്ന് മുകളിലോട്ട് എഴുതാനുള്ളതാണ്. ഹ ദ് ബുൻ, ബ ദ അ ബദ അ, തജീദു തജീദു, അദബുൻ അദബുൻ, ഹദ്ബുൻ ഹദ്ബുൻ, ബദ അ ബദ അ, തജീദു തജീദു, അദബുൻ അദബുൻ. അടിയിൽ നിന്ന് മുകളിലോട്ട് വായിച്ചിട്ട് എഴുതണം കേട്ടോ. ഹദ്ബുൻ എന്ന് എഴുതി. ഇപ്പോൾ പുള്ളി മാത്രം, ബാൻ്റെ പുള്ളി മാത്രം അടിയിൽ, ബദയിലും ബാൻ്റെ പുള്ളി മാത്രം. തജിദു എന്നതിലും ജീമിൻ്റെ പുള്ളിയും കിസ്റയും, അദബുൻ എന്നതിൽ ബാൻ്റെ പുള്ളി മാത്രം. അപ്പോൾ അതുപോലെ ഞാൻ എഴുതിയതുപോലെ ഏതൊക്കെ വരക്ക് മുകളിൽ വന്നോ വരയിൽ വന്നോ താഴെ വന്നോ ഒക്കെ നോക്കി അതുപോലെ തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഭംഗിയായി എഴുതുക. ഇനി നക്തഷിഫു ദാമിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ദാലിനെ നമുക്ക് കണ്ടെത്താം. യുഖാദിഊന അല്ലാഹ് സാദത്ഹും ഈമാന മുദ്ഖലൻ കരീമാ അൽഹംദുലില്ലാഹ്. ഉണ്ടോ? യുഖാദിഊന എന്നതിൽ ഒരു ദാല്, സാദത്ഹും ഇവിടെ രണ്ടാമത്തെ ദാല്, ഈമാന ഇല്ല. മുദ്ഖലൻ ഇവിടെ 3, അൽഹംദുലില്ലാഹ് ഇവിടെ 4. അപ്പോൾ ഇതുപോലെ ചതുരമോ വരയോ ഒക്കെ വരച്ച് അത് അടയാളപ്പെടുത്തുക. നഖറഉ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം. അജീദു 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 അജീദു, ഹദബിൻ 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 ഹദബിൻ, ദഅബൻ 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 ദഅബൻ. ഇത്രയും വാക്കുകൾ, 3 വാക്കാണ് ഖുർആനിൽ നിന്ന് നമുക്ക് ഓതി അല്ലെങ്കിൽ വായിച്ച് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ പഠിക്കണം. ഈ പാഠത്തിൻ്റെ ധാൽ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണവും അതുകൊണ്ടുണ്ടാക്കിയ വാക്കുകളൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.